ഇപ്പോൾ ഏറ്റവും അവസാനം സീറ്റ് കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചൊരു എം പി ഉണ്ട് ഈറോഡിലെ. സിറ്റിംഗ് എം പി ആണ് MP ഗണേഷ് മൂർത്തി അല്ലേ. അദ്ദേഹത്തിൻ്റെ കാര്യം ഒരു വൈകാരികമായ തീരുമാനമാണ്. സാധാരണ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നടക്കുന്ന കാര്യമല്ല. എന്നാൽ തമിഴ്നാട്ടിൽ അതിവൈകാരികമായി കാര്യങ്ങളെ കാണുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് എന്തും നടക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഒരു സർവേ നടത്തിയതിന്റെ പേരിൽ ഒരു പത്രം ഓഫീസിന് തീയിട്ട് 3 പേർ മരിച്ച സംഭവവും സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത്രത്തോളം വൈകാരികമായി ചിന്തിക്കുന്ന വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഒക്കെയുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. മാതൃഭൂമിയിലെ ഒരു സുഹൃത്ത് ഒരു മദിരാശി കത്ത് എഴുതി വീക്കെൻഡിൽ വീട്ടിലേക്ക് പോയി. അപ്പൊ കത്ത് പബ്ലിഷ് ചെയ്ത് അവിടെ ഇല്ലായിരുന്നു. ഭാഗ്യമായി തിരിച്ചു വന്നപ്പോഴേ അദ്ദേഹത്തിന്റെ ബ്യൂറോ മൊത്തം തകർത്തിട്ടേക്കുന്നു. കാര്യം ജയലളിതയുടെ ജന്മദിനം പ്രമാണിച്ച് ആർഭാടം കൂടിപ്പോയെന്നൊരു പരാമർശം അതിനകത്ത് എഴുതി. നല്ല കാര്യമുള്ളൂ, ഒരു കാര്യമില്ല കേട്ടോ. അത് അവിടെ നിന്നുകൊണ്ട് എഴുതിയ വിവരം അറിയും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. തമിഴ്നാട്ടിലെ കാഴ്ചയിലെ കാര്യം കരുണാനിധിയുടെ ക്ലാൻ പോലും ആടി ഉലഞ്ഞ ഒരു ഈ കഥയുണ്ടല്ലോ, സിനിമാ കഥ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മധുരയാണ് സ്ഥലം. 2007 മെയ് 9. സമയം പട്ടാപ്പകൽ 11:30. മധുര നഗരത്തെ കിടുകിട വിറപ്പിക്കുന്ന രാഷ്ട്രീയ ഗുണ്ടകൾ അറ്റാക്ക് പാണ്ഡി, ടൈഗർ പാണ്ഡി, കാട്ടുവാസി മുരുകൻ, മാലിക് ബാഷ, രമേഷ് പാണ്ഡി, തായമുത്തു. അവർ ആകെ 16 പേർ. ആദ്യ സംഘമെത്തിയത് ഒരു വെള്ള ടാറ്റ സുമോ കാറിൽ. കയ്യിൽ ഇരുമ്പ് ദണ്ട്, വടിവാളുകൾ, പെട്രോൾ കുപ്പികൾ. അക്രമാസക്തരാണ് അവരെല്ലാം. സൺ നെറ്റ്വർക്കിന്റെ ചാനലും അവരുടെ ദിനകരൻ പത്രവും ഒക്കെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് സംഘം കടന്നു. മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾ തകർത്ത് തീയിട്ടു. പിന്നെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്ത് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് കടന്നു. റിസപ്ഷൻ ഭാഗത്ത് നിന്ന് പെട്രോൾ നിറച്ച കവറുകൾ അവർ 4 പാടുമെറിഞ്ഞു. സംഘം പിന്നീട് ഒരൽപ്പം പിൻവലിഞ്ഞു. പിന്നെ ആ കെട്ടിടം ഒരു തീഗോളമായി. ഭയന്നിറങ്ങി ഓടിയ ജീവനക്കാരിൽ പലർക്കും പരിക്കേറ്റു. കമ്പ്യൂട്ടർ വിഭാഗത്തിലെ വിനോദ് കുമാറും ഗോപിനാഥും ജീവനക്കാരെ രക്ഷിക്കാൻ ശ്രമിച്ച സെക്യൂരിറ്റി ജീവനക്കാരൻ മുത്തുരാമലിംഗവും വെന്തുമരിച്ചു. ആരായിരുന്നു അറ്റാക്ക് പാണ്ഡിയും കാട്ടുവാസി മുരുകനും? ആർക്കുവേണ്ടിയായിരുന്നു ഈ നരനായാട്ട്? അന്ന് പുറത്തിറങ്ങിയ ദിനകരൻ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു അഭിപ്രായ സർവേ ആയിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണം. തമിഴ് ദ്രാവിഡ രാഷ്ട്രീയത്തിലെ സുപ്രീമോ കരുണാനിധിയുടെ രാഷ്ട്രീയ പിൻഗാമി ആര് എന്നതായിരുന്നു സർവേ വിഷയം. കരുണാനിധിയിൻ അരസിയൽ വാരിസി ആര് എന്ന പരസ്യം കണ്ട് തലേന്ന് തന്നെ ഫലം പ്രസിദ്ധീകരിക്കരുതെന്ന് കരുണാനിധി മാരൻ സഹോദരന്മാരോട് ആവശ്യപ്പെട്ടു. പിന്മാറാതെ ഉറച്ചുനിന്നു ഉടമ കലാനിധി മാരൻ. പത്രമെത്തിയപ്പോൾ ജനപിന്തുണയിൽ കനിമൊഴി കരുണാനിധിക്ക് 2%, കരുണാനിധിയുടെ മകൻ MK അഴഗിരിക്ക് 2%, പേരില്ലാത്ത മറ്റുള്ളവർ 20%. MK സ്റ്റാലിൻ നേടിയത് 70% പേരുടെ പിന്തുണ, അഭിപ്രായമില്ലാത്തവർ 6%. മധുര കേന്ദ്രമായ തെക്കൻ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എന്നർത്ഥം വരുന്ന തെന്മാവട്ട മുതലമൈച്ചർ എന്നാണ് MK അഴഗിരിയുടെ അക്കാലത്തെ വിളിപ്പേര്. അങ്ങനെ ഒരു സ്വയം പ്രഖ്യാപിത തെക്കൻ മുതലമൈച്ചർക്ക് വെറും 2%. അഴഗിരിയുടെ വിളിപ്പുറത്താണ് അറ്റാക്ക് പാണ്ഡ്യെന്ന് എല്ലാവർക്കും അറിയാം. ദിനകരൻ പത്രം ഓഫീസിൽ പിന്നെ നടന്നത് നാടിനെ നടുക്കിയ ചോരക്കളി. കേസ് കോടതിയിലെത്തിയപ്പോൾ 83 സാക്ഷികളിൽ 49 പേർ കൂറുമാറി. സഹപ്രവർത്തകരായ മാധ്യമപ്രവർത്തകർ പോലും കാലുമാറിയവരിലുണ്ട്. പക്ഷെ അവിടെയുണ്ടായിരുന്ന നക്കീരൻ പത്രത്തിലെ അന്നൽ എന്ന ഫോട്ടോഗ്രാഫർ പകർത്തിയ 31 ചിത്രങ്ങൾ സംസാരിക്കുന്ന തെളിവായി. പ്രശ്നം നിയന്ത്രിക്കാതെ നോക്കുകുത്തിയായി നിന്നു എന്ന് ചിത്രങ്ങളിൽ നിന്നും വ്യക്തമായതോടെ ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് V രാജാറാമിനെ കേസിൽ പ്രതിയാക്കാൻ കോടതി പറഞ്ഞു. തെളിവില്ലാത്തതിനാൽ MK അഴഗിരി പ്രതിയായില്ല. അറ്റാക്ക് പാണ്ഡ്യയുടെ ഗുണ്ടാ ജീവിതത്തിന്റെ ഉരകല്ലല്ല ദിനകരൻ ആക്രമണം. അത് K ക്ലാനിലെ അധികാര തർക്കത്തിന്റെ ഉപോൽപ്പന്നമാണ്. DMKയുടെ ഔദ്യോഗിക ജിഹ്വ എന്ന പദവിയിൽ നിന്നുള്ള സൺ ടിവിയുടെ പടിയിറക്കത്തിന്റെയും കലൈഞ്ചർ TV എന്ന സണ്ണിനുള്ള മറുപടിയുടെയും കാരണമാണ്. MK അഴഗിരി എന്ന രാഷ്ട്രീയ നേതാവിന്റെ അസ്തമയത്തിന്റെയും MK സ്റ്റാലിൻ എന്ന ദളപതിയുടെ രാഷ്ട്രീയ ആരോഹണത്തിന്റെയും കാരണമാണ് ദിനകരൻ അറ്റാക്ക്. ഇലക്ഷൻ ഡെസ്ക് 24. ഇതിൽ പല കാര്യങ്ങളും വിജയകുമാർ തമിഴ്നാട്ടിലെ നടക്കും. ഒരു കാര്യമുള്ളത്, ഈ MP ഗണേഷ് മൂർത്തി അദ്ദേഹം റിക്കവർ ചെയ്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടി വൈക്കോയുടെ MDMK ആണ്. അദ്ദേഹത്തോട് ആലോചിക്കാതെ അദ്ദേഹത്തിന്റെ സീറ്റ് എടുത്ത് വൈക്കോയുടെ മകന് കൊടുത്തു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകോപനം. അല്ല, വളരെ വൈകാരികമായി വോട്ടർമാരെ കാണുകയും പാർട്ടിയെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത നേതാവായിരുന്നു ഗണേഷ് മൂർത്തി. അദ്ദേഹം സീറ്റ് കിട്ടുമെന്ന് എല്ലാവരോടും പറഞ്ഞിരുന്നു. പക്ഷേ
അദ്ദേഹം വഞ്ചിക്കപ്പെട്ടു എന്നാണ് തോന്നലാണ്. എന്തായാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഈ അദ്ദേഹത്തിന്റെ വഴി അനുകരിക്കാതിരിക്കട്ടെ, അതാണ് നമുക്ക് പറയാനുള്ളത്.